ഇന്നൊരു അവിയലിൻ്റെ റെസിപ്പിയാണേ. അവിയലിൻ്റെ കഷ്ണങ്ങളില്ലേ, അതെല്ലാം ഞാൻ നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കഷ്ണത്തിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് അതിനെ വേവാൻ വെക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഒരു മുറി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പച്ചമുളകും കൂടി ഇട്ട് കണ്ടില്ലേ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അവിയലിൻ്റെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ നടുവിലൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഞാൻ അരപ്പ് അങ്ങോട്ടിട്ട് തട്ടിപ്പൊത്തി 1 മിനിറ്റ് ഒന്ന് നല്ല ആവി കയറട്ടെ കേട്ടോ. ഒന്നിങ്ങനെ അടച്ച് അതൊന്ന് ആവി കയറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. കണ്ടില്ലേ, അത്യാവശ്യം ഒന്ന് ആവി കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ തൈര്, ഇച്ചിരി പുളിയുള്ള തൈരാണ്, അതും കൂടെ ഒഴിച്ച് വേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി അവിയലിൻ്റെ റെസിപ്പിയാണ്. ഈ വിഷുവിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.